ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്ത് ലിറ്റററി ഫോംസ് എന്ന ടെക്സ്റ്റ് ബുക്കിൽ യൂണിറ്റ് 2 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 2ൻ്റെ ആദ്യത്തെ പാർട്ടാണിത്. യൂണിറ്റ് 2ൻ്റെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ പോയട്രി എന്നുള്ളതാണ് യൂണിറ്റ് 2ൻ്റെ ഹെഡിങ്, അതായത് കവിത. അപ്പോൾ ഈ യൂണിറ്റ് 2വിനകത്ത് വരുന്ന പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഒബ്ജക്റ്റീവ്സ്, അതായത് ഇത് പഠിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്. രണ്ടാമത് നേച്ചർ ആൻഡ് എലിമെൻറ്റ്സ് ഓഫ് പോയട്രി, അതായത് കവിതയുടെ നേച്ചറും അതിൻ്റെ ഘടകങ്ങളും. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോയട്രി, അതായത് കവിതയെ എങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അടുത്തത് അതിൻ്റെ താഴെ വരുന്നതാണ് സബ്ജക്റ്റീവ് പോയട്രി, പിന്നെ ഒബ്ജക്റ്റീവ് പോയട്രി. സബ്ജക്റ്റീവ് പോയട്രി എന്താണെന്നും ഒബ്ജക്റ്റീവ് പോയട്രി എന്താണെന്നും മനസ്സിലാക്കേണ്ടി വരും. അടുത്തത് ദ സ്റ്റഡി ആൻഡ് അപ്രീസിയേഷൻ ഓഫ് പോയട്രി, അതായത് പോയട്രി പറ്റിയിട്ടുള്ള പഠനവും അതിൻ്റെ അപ്രീസിയേഷനും അല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദനവും. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മീറ്ററാണ്. മീറ്റർ എന്ന് പറഞ്ഞാൽ വൃത്തം. പിന്നെ അടുത്തുള്ളത് റൈമാണ്. റൈം എന്ന് പറഞ്ഞാൽ താളം അല്ലെങ്കിൽ താളക്രമം എന്നുള്ളതാണ്. പിന്നെ സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ പോയട്രിയെ എത്ര വരികളായിട്ട് അടുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ഗദ്യത്തിലെ പാരഗ്രാഫ് തന്നെയാണ് പദ്യത്തിലെ സ്റ്റാൻസ എന്ന് പറയുന്നത്. അടുത്തത് പോയറ്റിക് ഡിക്ഷൻ, അതായത് അതിൻ്റെ എഴുത്ത് സംബന്ധിച്ച കാര്യങ്ങൾ. പിന്നെ റിവിഷൻ പോയിൻറ്റ്സ്, അസൈൻമെൻറ്റ്സ്, പിന്നെ കീ വേർഡ്സ്, ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, പിന്നെ ഈ ലെസൺ സംബന്ധിച്ചിട്ടുള്ള എക്സസൈസ്. ഇത്രയുമാണ് ഈ യൂണിറ്റിനകത്ത് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. ടു ഇൻട്രൊഡ്യൂസ് എ ഫോമൽ സ്റ്റഡി ഓഫ് പോയട്രി ടു സ്റ്റുഡൻസ് ഇസ് ദ മെയിൻ എയിം, അതായത് വിദ്യാർത്ഥികളിലേക്ക് പോയട്രിയെ പറ്റിയിട്ട് ഫോമലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ പരമായിട്ട് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ടു സ്റ്റിമുലേറ്റ് ദർ ഇൻട്രസ്റ്റ് ഇൻ പോയട്രി ആൻഡ് ടു അച്ചീവ് ദിസ് എയിം അറ്റ് ദ എൻഡ് ഓഫ് ദിസ് യൂണിറ്റ് ആർ യെറ്റ് അനദർ ടാർഗറ്റ്സ്. അതായത് പോയട്രി എന്ന് പറയുന്ന ആ ഒരു ലിറ്റററി ഫോമിൽ വിദ്യാർത്ഥികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. ഇനി നമുക്ക് നേച്ചർ ആൻഡ് എലിമെൻറ്റ്സ് ഓഫ് പോയട്രിയിൽ എന്തൊക്കെ വരുന്നു എന്ന് നോക്കാം. വേരിയസ് ക്രിട്ടിക്സ് ആൻഡ് പോയറ്റ്സ് ഹാവ് ഗിവൺ ഡെഫിനിഷൻ ഫോർ പോയട്രി, അതായത് ധാരാളം നിരൂപകരും കവികളും പോയട്രി എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് പലതരം ഡെഫിനിഷൻസ് തന്നിട്ടുണ്ട്. ഇൻ ജോൺസൺസ് വ്യൂ, അതിൽ ആദ്യമായിട്ട് ജോൺസനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ജോൺസൺസ് വ്യൂ പോയട്രി ഈസ് എ മെട്രിക്കൽ കോമ്പസിഷൻ. ജോൺസൺ പറഞ്ഞിരിക്കുന്നത് വൃത്ത അലങ്കാരങ്ങൾ കൊണ്ടുള്ള ഒരു എഴുത്ത് രീതിയാണ് പോയട്രി എന്നാണ്. മെട്രിക്കൽ എന്ന് പറഞ്ഞാൽ വൃത്തം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ വരികളെ ഒരു പ്രത്യേക ക്രമത്തിൽ അടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. ഇൻ കോളറിഡ്ജസ് വ്യൂ പോയിന്റ് പോയട്രി ഈസ് ദ ആൻറ്റിതെസിസ് ഓഫ് സയൻസ്. എന്നാൽ കോളറിഡ്ജ് പറഞ്ഞിരിക്കുന്നത് പോയട്രി എന്ന് പറഞ്ഞാൽ ശാസ്ത്ര വിരുദ്ധമായത് എന്നാണെന്നാണ് കോളറിഡ്ജ് പറഞ്ഞിരിക്കുന്നത്. അതായത് സത്യം എന്താണോ അല്ലെങ്കിൽ ശാസ്ത്രം എന്താണോ അതുമായിട്ട് ബന്ധമില്ലാത്തത്, അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എഴുതുന്നതാണ് പോയട്രി എന്നാണ് കോളറിഡ്ജ് പറഞ്ഞിരിക്കുന്നത്. ഹാവിങ് ഫോർ ഇറ്റ്സ് ഇമ്മീഡിയറ്റ് ഒബ്ജക്റ്റ് പ്ലഷർ നോട്ട് ട്രൂത്ത്. കോളറിഡ്ജിൻ്റെ അഭിപ്രായത്തിൽ പോയട്രിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അനുഭൂതിയാണ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള സന്തോഷം, അനുഭൂതിയാണ് പോയട്രിയുടെ ഉദ്ദേശം, അല്ലാതെ സത്യം പറയുക എന്നുള്ളതല്ല പോയട്രിയുടെ ഉദ്ദേശം. പിന്നെ അക്കോർഡിംഗ് ടു മാത്യു അർണോൾഡ് ഇറ്റ് ഈസ് സിംപ്ലി ദ മോസ്റ്റ് ഡിലൈറ്റ്ഫുൾ ആൻഡ് ഓഫ് അട്ടറൻസ് ദാറ്റ് ഹ്യൂമൻ വേർഡ്സ് ക്യാൻ റീച്ച്. എന്നാൽ മാത്യു അർണോൾഡ് പറഞ്ഞിരിക്കുന്നത് പോയട്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ മനുഷ്യനെ ഏറ്റവും വലിയ സന്തോഷത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്, അതായത് സാധാരണ ലൈഫിൽ പറ്റാത്ത രീതിയിൽ നമ്മൾക്ക് മാനസിക തലങ്ങളിലൂടെ സഞ്ചരിച്ച് ഏറ്റവും വലിയ ഒരു ഡിലൈറ്റ്ഫുൾ വേൾഡിൽ പോയട്രിയുടെ ഉദ്ദേശം എന്നാണ് മാത്യു അർണോൾഡ് പറഞ്ഞിരിക്കുന്നത്. ലിറ്ററേച്ചർ
literature is an interpretation of life as life shapes itself in the mind of the interpreter. അതായത് സാഹിത്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്, ജീവിതത്തിൻ്റെ തന്നെ ഒരു വ്യാഖ്യാനമാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഈ ഒരു വ്യാഖ്യാനം ഇൻ്റർപ്രിട്ടറിൻ്റെ മനസ്സിലൂടെ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്ന ആളിൻ്റെ മനസ്സിലൂടെയാണ് വായനക്കാരൻ മനസ്സിലാക്കുന്നത്. The word poetical is used in current conversation to describe a person, a picture, an idea thrown out in a talk. പൊയറ്റിക്കൽ എന്നുള്ള വാക്കിന് വളരെ ആഴമേറിയ ഒരു അർത്ഥമുണ്ട്. പല സാഹിത്യകാരന്മാരുടെ ഭാഷയിൽ അതിന് വേറെ വേറെ അർത്ഥങ്ങളാണ് വരുന്നത്. ഇവിടെ അതൊരു മനുഷ്യനെ ഡിസ്ക്രൈബ് ചെയ്യാനോ ഒരു ചിത്രത്തെ ഡിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നമ്മുടെ സംസാരത്തിൽ ഉണ്ടാകുന്ന ഒരു ഐഡിയയെ ഡിസ്ക്രൈബ് ചെയ്യാനോ പൊയറ്റിക്കായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. By poetical interpretation of life, therefore, we mean a treatment of its facts, experiences, problems in which emotional and imaginative elements predominate. അതിൽ കാര്യം ഇത്രയേ ഉള്ളൂ. പൊയറ്റിക്കൽ എന്ന് പറഞ്ഞാൽ പൊയറ്റിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കാവ്യാത്മകമായ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഫുൾ ഇമാജിനേറ്റീവ് ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു സാങ്കല്പിക ലോകത്തിൽ നിന്നുകൊണ്ടായിരിക്കും അത് കവി ചെയ്യുന്നത്. It is one of the chief characteristics of poetry that whatever it touches in life, it relates to our feelings, passion, while at the same time, by the exercise of imaginative power, it both transfigures existing realities and given to airy nothing a local habitation and a name. അതായത് കാര്യം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണെങ്കിലും കാര്യം വളരെ സിമ്പിളാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പോയട്രിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിനെയാണ് ടച്ച് ചെയ്യുന്നത്. എന്നാൽ ആ പോയട്രി വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് നിർവചിക്കാൻ പറ്റാത്ത ഫീലിങ്സും പാഷനുമായിരിക്കും. അറ്റ് ദ സെയിം ടൈം ബൈ ദ എക്സസൈസ് ഓഫ് ഇമാജിനേറ്റീവ് പവർ, ഇത് വായനക്കാരനിലും അത് എഴുതുന്ന ആളിലും ഉണ്ടാകുന്നത് മാനസിക തലത്തിലുള്ള ഒരു ഉല്ലാസമാണ്. ഇറ്റ് ബോത്ത് ട്രാൻസ്ഫിഗേഴ്സ് എക്സിസ്റ്റിംഗ് റിയാലിറ്റീസ്. ഇത് വായിക്കുമ്പോഴും കവി എഴുതുന്ന സമയത്തും എക്സിസ്റ്റിംഗ് റിയാലിറ്റീസ്, അതായത് നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ട്രാൻസ്ഫിഗർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് രൂപമാറ്റം കൊണ്ടുവരികയാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഉള്ളതിനെ മറ്റൊന്നായിട്ട് മാറ്റി ട്രാൻസ്ഫിഗർ ചെയ്ത് പറയുന്നു. എന്നാൽ ചിലപ്പോൾ ഗിവൺ ടു എയറി നത്തിങ്, ഒന്നുമില്ലായ്മയെ എന്തൊക്കെയോ ഉള്ളതായിട്ട് പറയുന്നു. അതായത് ഇമാജിനേഷൻ വഴി സാങ്കല്പിക ലോകത്തിലൂടെ മനുഷ്യന് അല്ലെങ്കിൽ ഒരു കവിക്ക് ഏത് മേഖല വരെയും സഞ്ചരിക്കാം, എങ്ങനെ എത്രത്തോളം വേണമെങ്കിലും സഞ്ചരിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചുരുക്കം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ദ ഫുൾ സിഗ്നിഫിക്കൻസ് ഓഫ് പോയട്രി ആസ് ആൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലൈഫ് ത്രൂ ഇമാജിനേഷൻ ആൻഡ് ഫീലിംഗ് വിൽ ബി മെയ്ഡ് അപ്പാരൻറ്റ് വെൻ വി കം പ്രസൻ്റ്ലി ടു ഡീൽ വിത്ത് ദ റിലേഷൻസ് ഓഫ് പോയട്രി ആൻഡ് സയൻസ് ആൻഡ് വിത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് പോയറ്റിക് ട്രൂത്ത്. ഇവിടെ ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് പോയട്രി, കവിതയും ശാസ്ത്രവും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത് എത്രത്തോളം ഉണ്ട്. പിന്നെ പൊയറ്റിക് ട്രൂത്ത് എന്നൊരു ടേം ഉണ്ട്, അതായത് കാവ്യ സത്യം. ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ ആഴമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. When we speak of imagination and feeling as predominating in poetry, we mean to distinguish these as general and constant characteristic of poetic treatments of life. കാര്യം വേറൊന്നുമല്ല, ലൈഫിനെ, അതായത് യഥാർത്ഥ ജീവിതത്തെ ഇമാജിനറി വേൾഡിൽ കൊണ്ടുപോയി മറ്റ് പലതുമായിട്ട് മാറ്റിമറിക്കുന്നതാണ് പോയട്രി ചെയ്യുന്നത്. But we do not mean to say that their presence, even in the highest degree, is self-sufficient to constitute, because they may exist in what we should agree to call poetic prose, which is not least to be denominated prose because it possesses these poetic attributes. അതായത് നമ്മൾ ഇനി പറഞ്ഞു വരാൻ പോകുന്നത് പ്രോസും
വേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. അതായത് പ്രോസ് എന്ന് പറയുന്നത് ഗദ്യം, വേഴ്സ് VERS വേഴ്സ് എന്ന് പറയുന്നത് പദ്യം. ഇത് തമ്മിൽ എത്രത്തോളം റിലേറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഇത് തമ്മിൽ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. പോയട്രി ഈസ് എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആർട്ട്. അതായത് കവിത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം കലയാണ്. It arises only when the poetic qualities of imagination and feeling are embodied in certain form of expression. അതായത് പോയട്രി ഉണ്ടാകുന്നത് ഇമാജിനേഷനിലും ഫീലിങ്സിലും നിന്നാണ്, അനുഭൂതിയിലും സങ്കല്പങ്ങളിൽ നിന്നുമാണ് പോയട്രി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പോയട്രി വായിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകുന്നത് അനുഭൂതിയും സങ്കല്പ ലോകങ്ങളുമാണ് നമ്മുടെ മനസ്സിൽ വിരിയുന്നത്. That form is regularly rhythmical language or meter. ഈ ഒരു പോയറ്റിക് സ്ട്രക്ചറിൽ പലപ്പോഴും നമുക്ക് റിത്തമിക് സ്ട്രക്ചറും മീറ്ററും നമുക്ക് കാണാം. അതായത് മിക്ക പോയട്രീസ് എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് വൃത്താലങ്കാരങ്ങൾ, മീറ്റർ എന്ന് പറയുമ്പോൾ വൃത്തമാണ്, വൃത്തവും റിത്തമിക്കൽ സ്ട്രക്ചറും അല്ലെങ്കിൽ താളാത്മകമായിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് പോയട്രിയിൽ കാണാം. അപ്പോൾ ഇത് തന്നെയാണ് പദ്യത്തെ ഗദ്യത്തിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത്. വിത്തൗട്ട് ദിസ് വി മേ ഹാവ് ദ സ്പിരിറ്റ് ഓഫ് പോയട്രി വിത്തൗട്ട് ഇറ്റ്സ് എക്സ്റ്റേണൽസ്. വിത്ത് ദിസ് വി മേ ഹാവ് ദ എക്സ്റ്റേണൽസ് ഓഫ് പോയട്രി വിത്തൗട്ട് ഇറ്റ്സ് സ്പിരിറ്റ്. അതായത് ഈ വൃത്തങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു മെട്രിക്കൽ സ്ട്രക്ചറും റിതമിക്കൽ സ്ട്രക്ചറും ഇല്ലെങ്കിൽ പോയട്രി എന്ന് പറയുന്നതിന് ഒരു ആത്മാവ് നഷ്ടപ്പെടുന്നത് പോലെയാവും. അതിനൊരു എക്സ്റ്റേണൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ബാഹ്യലോകം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ ഒരു വൃത്തങ്ങളും മെട്രിക്കൽ സ്ട്രക്ചറും റിതമിക്കൽ ഫോമും ഉണ്ടെങ്കിൽ പോയട്രിക്ക് ഒരു ആത്മാവ് ഉണ്ടാവുന്നതാണ്. അതിൻ്റെ ബാഹ്യലോകത്തിൽ നിന്ന് വിഭിന്നമായി പോയട്രിക്ക് ഒരു ആത്മാവ് ഉണ്ടാകുന്നതാണ്. അതായത് ഈ ചുരുക്കി പറഞ്ഞാൽ പോയട്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് മീറ്ററിൻ്റെയും റിതമിൻ്റെയും ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ദ റീസൺ വൈ വേഴ്സ് ഈസ് നെസസറി ടു ദ ഫോം ഓഫ് പോയട്രി ഈസ് ദാറ്റ് ഓഫ് പെർഫെക്ഷൻ. അതായത് ഈ ഒരു താളവും വൃത്തവും ഒക്കെയാണ് വേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പോയട്രിയുടെ പെർഫെക്ഷന് അത്യാവശ്യമാണെന്നാണ് പല സാഹിത്യകാരന്മാരും പറഞ്ഞു വന്നിരുന്നത്. Of the poetical spirit demands it that circle of its enthusiasm, beauty and power is incomplete without it. അതായത് ചുരുക്കി പറഞ്ഞാൽ കാര്യം ഇത്രയേ ഉള്ളൂ. പോയട്രി എന്ന് പറയുമ്പം അതിൻ്റെ മെട്രിക്കൽ സ്ട്രക്ചറും റിതമിക്കൽ സ്ട്രക്ചറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. The difference in question is not necessarily between a poetical and prosaical subject, but between the forms in which perhaps same subject may be handled. So, poetry as regards its subject and spirit is the antithesis of science or matter of fact, as Wordsworth and Coleridge insisted, is nonetheless to be distinguished from prose as regards its form by the systematically rhythmical character of its language. അതായത് പോയട്രി എന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് സയൻസിൻ്റെ ഒരു വിരുദ്ധ ശാസ്ത്രമാണ്, ആൻറ്റിത്തസിസ് ഓഫ് സയൻസ് ആണ്. പിന്നെ ഇംഗ്ലീഷിലെ എക്കാലത്തെയും പ്രസിദ്ധരായിട്ടുള്ള കവികളായിട്ടുള്ള വേർഡ്സ്വർത്തും കോളറിഡ്ജും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അതായത് വൃത്താലങ്കാരങ്ങളുടെ ഇമ്പോർട്ടൻസിനെ പറ്റി ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട കവികളും സംസാരിച്ചിരിക്കുന്നത്. പിന്നെ Carlyle thought of the poet as always a seer, and many of his own pages might be adduced as splendid examples of poetry in verse. കാർലൈലിൻ്റെ അഭിപ്രായത്തിൽ പോയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീയറാണ്, അല്ലെങ്കിൽ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് പോയറ്റ്.
അദ്ദേഹത്തിൻ്റെ വരികളിൽ തന്നെ, കാർലൈലിൻ്റെ വരികളിൽ തന്നെ കവിത തുളുമ്പി നിൽക്കുന്ന ധാരാളം വാചകങ്ങൾ ഉള്ളതാണ്. മാത്യു അർണോൾഡ്, despite his preoccupation with the idea of poetry as a criticism of life, lays stress upon the essential difference between imaginative production in verse and imaginative production in prose. അതായത് മാത്യു അർണോൾഡിൻ്റെ അഭിപ്രായത്തിൽ പോയട്രി എന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസം ഓഫ് ലൈഫാണ്. അതായത് ജീവിതത്തിൻ്റെ നിരൂപണം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു വിമർശനമാണ് പോയട്രി എന്നാണ് മാത്യു അർണോൾഡിൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ എന്നാലും ഹി ലേ സ്ട്രെസ് അപ്പോൺ ദ എസെൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇമാജിനേറ്റീവ് പ്രൊഡക്ഷൻ ഇൻ വേഴ്സ്. അദ്ദേഹം പ്രോസിലും വേഴ്സിലും കൃത്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് കാണുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പോയട്രിയിലുള്ള ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രോസിൽ ഉള്ള ലാംഗ്വേജിനും ഡിഫറൻസ് ഉള്ളതായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിത്തൗട്ട് ഡിസ്കസിംഗ് ദ അബ്സ്ട്രാക്റ്റ് പ്രോബ്ലം whether regularity of rhythm is essential to a complete definition of poetry, and without considering whether we may not have to recognize here and there exceptions to a rule, we may note it down as a principle that meter always has been and still is the most general and constant feature poetry on the side of form. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല, പലപ്പോഴും പല സാഹിത്യകാരന്മാരുടെ അഭിപ്രായത്തിൽ അതായത് ഈ മീറ്റർ വൃത്താലങ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആധുനികരായിട്ടുള്ള പല കവികളിലും ഈ മീറ്ററിനെ അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുമില്ല. അവിടെയും ഇവിടെയും ഒക്കെ അത് വേണ്ട എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ പോയട്രിയെ പറ്റി പറയുമ്പോൾ ഈ ഒരു മീറ്ററിൻ്റെ ഉപയോഗവും ഈ ഒരു റിത്തമിക് സ്ട്രക്ചറിൻ്റെ ഉപയോഗവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് എന്നുള്ളതാണ് കൺക്ലൂഷനിൽ പറയുന്നത്. This is which we have to accept as the fundamental qualities of poetry conceived as a distinct kind of literary art. അതായത് പോയട്രിയെ മറ്റുള്ള സാഹിത്യ ഫോംസിൽ നിന്നും മറ്റുള്ള സാഹിത്യപരമായിട്ടുള്ള സൃഷ്ടികളിൽ നിന്നും വിഭിന്നമാക്കുന്നതും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു മെട്രിക്കൽ സ്ട്രക്ചറും റിതമിക്കൽ ലാംഗ്വേജും ഒക്കെ തന്നെയാണ്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിതം ഇൻ പോയട്രി മച്ച് മൈറ്റ് ബി സെഡ് ബട്ട് the subject is too large and too intricately entangled with the question of psychology to be dealt with in detail. അതായത് വൃത്തത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പഠനം അത്യാവശ്യമാണ്. പിന്നെ അടുത്തതായി പറഞ്ഞിരിക്കുന്നത് even if the relation between rhythmical form and poetical substance and feeling were only an accident one, Carlyle ordered measure of verse would still hold its ground as an important accessory of poetry because it adds greatly to the aesthetic pleasure which is the chief function of poetry to afford. അതായത് കൺക്ലൂഷനിൽ വീണ്ടും ഈ ഒരു പോയിന്റ് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് എന്തൊക്കെ പറഞ്ഞാലും കാർലൈലും പറഞ്ഞു വരുന്നത് ഈ രണ്ട് കാര്യങ്ങൾ, അതായത് പോയട്രിക് സ്ട്രക്ചർ എപ്പോഴും പോയട്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയട്രിയുടെ ഒരു എസ്തെറ്റിക് അപ്പീൽ, അതായത് നമ്മൾക്ക് ഒരു പോയട്രി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെയാണ് ഈ എഴുത്തുകാരെല്ലാം അവസാനം പറഞ്ഞു വന്നിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എ പാർട്ട് ഓഫ് ദ പെർഫെക്ഷൻ ഓഫ് പോയട്രി ഇൻ എ മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് സെൻസ് ദാൻ ഈസ് ഇംപ്ലൈഡ് ഇഫ് വി റെസ്റ്റ് ദ അസംപ്ഷൻ ദാറ്റ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ മിയർ ആക്സസറി. ഇറ്റ് ഈസ് റാദർ ദ ഫോം വിച്ച് ദ പോയറ്റിക് സ്പിരിറ്റ് സീക്സ് സ്പോണ്ടേനിയസ്ലി ടു ഫാഷൻ ഫോർ ഇറ്റ്സെൽഫ് ആൻഡ് as such it perfects poetry by proving it with its most natural and adequate means of expression. അതായത് ഈ കാര്യങ്ങളെ നമുക്ക് പോയട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഉപകരണം മാത്രമായിട്ട് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല.
വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് വൃത്താലങ്കാരങ്ങൾ പോയട്രിയിൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. It was noted by Hegel that the use of words in a given piece of literature serves in itself into life into a world quite different from that of prose of everyday life. അതായത് ഈ കാര്യങ്ങൾ, അതായത് യൂസ് ഓഫ് വേർഡ്സ് ഇൻ എ ഗിവൺ പീസ് ഓഫ് ലിറ്ററേച്ചർ, അതായത് ഒരു സാഹിത്യ സൃഷ്ടിയിൽ നമ്മൾ കവിത തുളുമ്പുന്ന വരികൾ ഉപയോഗിക്കുമ്പോൾ അത് ദൈനംദിന ജീവിതത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് വായനക്കാരനെ കൊണ്ടുപോകുന്നു. The German philosopher was thinking only of the influence of verse upon the reader, but that his remark has wider bearings is strikingly shown by the testimony furnished by a great poet to the effect produced upon the poet himself by the substitution of the medium of verse to that of prose. അതായത് ഈ ഒരു കാര്യം തെളിയിക്കുന്ന ഒരു ടെസ്റ്റിമോണിയാണ് ഇവിടെ പറയുന്നത്, അതായത് ഒരു സാക്ഷ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഷില്ലർ റൈറ്റ്സ് ടു ഗദെ, സിൻസ് ഐ ഹാവ് ബിഗൺ ടു ട്രാൻസ്ഫോം മൈ prosaic language into a poetic rhythmical one, I find myself under a totally different jurisdiction. അതായത് ഗദെ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരന് ഷില്ലർ എന്ന് പറഞ്ഞ മറ്റൊരു സാഹിത്യകാരൻ എഴുതിയ ഒരു സാക്ഷ്യത്തിൽ എങ്ങനെ പറയുന്നു, സിൻസ് ഐ ഹാവ് ബിഗൺ ടു ട്രാൻസ്ഫോം മൈ prosaic language into a poetical rhythmic one. ഞാൻ എൻ്റെ ഗദ്യഭാഷ ഒരു കാവ്യ ഭാഷയാക്കി മാറ്റിയപ്പോൾ ഐ ഫൈൻഡ് മൈസെൽഫ് ഇൻ എ ടോട്ടലി ഡിഫറെൻറ്റ് ജൂറിസ്ഡിക്ഷൻ, ഞാനൊരു കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അധികാര പരിധിയിൽ എത്തിയതായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. He helps us to realize the intimacy of the connection between them by emphasizing the influence of poetic form in stimulating poetic spirit. അതായത് കവിത തുളുമ്പുന്ന വാക്കുകൾ മനസ്സിലെ കാവ്യാത്മകമായിട്ടുള്ള ഒരു ലോകത്തെ, അല്ലെങ്കിൽ ഒരു അപരിചിതമായിട്ടുള്ള ഒരു കാവ്യ ലോകത്തെയാണ് തൊട്ടുണർത്തുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചുരുക്കം. While verse is of course they often used as a vehicle of purely prosaic thought, it ought not to be so used. അതായത് കവിത എന്ന് പറയുന്നത് ഗദ്യത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു അനുഭവം എപ്പോഴും ഡിഫറെൻ്റ് ആണ്. The offices of prose and verse are distinct, and their distinction is not fortuitous or arbitrary but vital. അതായത് ഗദ്യത്തിലും പദ്യത്തിലും ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും ഭാഷ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസം അതിനകത്തുള്ളതാണ്. ദിസ് ഇസ് ദാറ്റ് in all true poetry, that union of subject and form of which Schiller speaks is so organic and complete that it impresses with the conviction of its absolute inevitability. അതായത് ഈ ഒരു പ്രോസിൻ്റെ ഭാഷയും പോയട്രിയുടെ ഭാഷയെന്ന് പറഞ്ഞാൽ അതിനൊരു ഓർഗാനിക് കണക്ഷനാണ് ഉള്ളത്, ഒരു ജൈവപരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ഇവ തമ്മിൽ ഉള്ളത്. Meter, like music, makes in itself a profound appeal to the feeling. അതായത് മീറ്റർ എന്ന് പറയുന്നത് വൃത്തം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ മ്യൂസിക് ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു അപ്പീലാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത്. മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചലനമുണ്ട്, ഒരു എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ചലനം, ഒരു ആസ്വാദനപരമായിട്ടുള്ളൊരു ചലനം. ആ ചലനം തന്നെയാണ് വൃത്താലങ്കാരങ്ങളും കവിതയിൽ വായനക്കാരനിൽ ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് എ പവർഫുൾ എയ്ഡ് ഇൻ ഇമോഷണലൈസേഷൻ ഓഫ് തോട്ട്. ഡ്രൈ ആയിട്ടുള്ള ചിന്തകളെ വൈകാരികമാക്കി മാറ്റുന്നതിന് ഈ ഒരു വൃത്തങ്ങളുടെ ഉപയോഗം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോ മോർ ആൻ ആക്സസറി or conventional ornament of poetry but a vital product of poetic spirit. അതായത് ഈ വൃത്താലങ്കാരങ്ങളും
റിതമിക് സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത് പോയട്രിയുടെ വെറും ആഭരണങ്ങൾ മാത്രമല്ല, പക്ഷേ അതൊരു വൈറ്റൽ പ്രോഡക്റ്റ് ഓഫ് ദ പോയറ്റിക് സ്പിരിറ്റ്. പോയട്രിയുടെ ആത്മാവിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ഈ കാര്യങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ചുരുക്കി പറഞ്ഞാൽ കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അതായത് പോയട്രി എന്ന് പറയുന്നതിൽ വൃത്താലങ്കാരങ്ങളും അതിൻ്റെ റിതമിക് സ്ട്രക്ചറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ പല സാഹിത്യകാരന്മാരും പല രീതിയിൽ വ്യാഖ്യാനിക്കുകയും അവസാനം ഈ ഒരു കൺക്ലൂഷനിൽ തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി അടുത്ത പാർട്ടിൽ ഈ ഒരു യൂണിറ്റിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പഠിക്കാം. താങ്ക് യു.